ഹലോ! നിത്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മളെ ഹരീഷും സുഭാഷ് ഏട്ടനും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഹരീഷ് സുഭാഷ് ഏട്ടനോട് സോറി പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ തിരിച്ച് സോറി പറയുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, ഞാനാണ് സോറി പറയേണ്ടത്. കാരണം സത്യങ്ങളൊന്നും അറിയാതെ ഞാനല്ലേ സുഭാഷ് ഏട്ടനോട് പലതും വിളിച്ച് പറഞ്ഞത്. കല്യാണം കഴിക്കാത്തതിൻ്റെ അസൂയാണെന്ന് വരെ ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഹരീഷ് സുഭാഷ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് വിഷമില്ലടാ, അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിധി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നികേഷ് അതിലേറെ കരച്ചിലാണ്. എവിടെ നോക്കുമ്പോഴും ഈ വീട്ടിലുള്ള എല്ലാവരും കരച്ചിലാണ്. നമ്മളെ നിധിക്കാണെങ്കിൽ ആകെ സങ്കടമുണ്ട്, ടെൻഷനുണ്ട്. ഇവിടുന്ന് പോണതിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ വീട്ടിലുള്ള എല്ലാവരും അവളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ നിധിക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് നമ്മൾ നിധിയുടെ ഫോണിലേക്ക് അവളുടെ ഏട്ടത്തിയുടെ കോള് വരികയാണ്. ഏട്ടത്തി വിളിച്ചിട്ട് പറയണം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സ്മിത, തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ആളെ വീട്ടിൽ പോയിട്ട് നിനക്ക് നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കുക, നീ നമ്മളെ വീട് പോലെ കാണാമെന്നൊക്കെ പറയാണ്. അപ്പം എങ്ങനെയെങ്കിലും നീ സുധീഷിൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ നിധി പറയാണ്, ഞാൻ ജയിലിലൊന്നും അല്ലല്ലോ അതിന് നിൽക്കുന്നതെന്ന്. അപ്പോൾ ഏട്ടത്തി പറയണം, 5 ആണുങ്ങളുടെ വീട്ടിൽ നീ എങ്ങനെയാണ് നിൽക്കുന്നത്? അവിടെ നിനക്ക് ആരോടെങ്കിലും ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുമോ? നിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാൻ പറ്റുമോ? അപ്പം നീ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ 5 ആണുങ്ങളുടെ വീട്ടിൽ സേഫ്റ്റി ഇല്ലയെന്ന് ചേച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മളെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടും സുരക്ഷിതത്വം സേഫ്റ്റിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. നമ്മളെ വീട്ടിൽ എനിക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും ഒരു വീട്, അത്രയല്ലേ ഉള്ളൂ. എൻ്റെ ഇഷ്ടം ആരെങ്കിലും നോക്കിയിരുന്നു? എല്ലാം എന്നെ അടിച്ചേൽപ്പിക്കലേ ചെയ്തിട്ടുള്ളൂ. അവിടെ ഞാൻ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഞാൻ നല്ല സുരക്ഷിതത്വം സന്തോഷത്തിലുമാണ് ജീവിക്കുന്നത്. അതോർത്ത് ചേച്ചി ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധി ഫോൺ കട്ട് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നിധി ആലോചിക്കുന്നുണ്ട് ഈ വീട്ടിലെ നിധിയുടെ അവസ്ഥ. അതായത് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിധിക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിലും സുഭാഷ് ഏട്ടൻ്റെ അച്ഛനാണെങ്കിലും എല്ലാവരും നിധിയോട് പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നിധി പറയാണ്, ഏട്ടത്തി വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ ഓക്കെ ആണെന്ന് പറയാണ്. രാത്രി നമ്മൾ ഹരീഷും സുഭാഷ് ഏട്ടനും നികേഷും എല്ലാവരും കിടക്കുന്നതാണ്. അവിടേക്ക് അവസാനമായിട്ട് നമ്മൾ സുധീഷും വരികയാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഹരീഷ് കൈ പിടിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, ഞാൻ അവൾ പറയുന്നത് പോലെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു ഫേക്ക് മാരേജ് അല്ലായിരുന്നു. ഞാൻ അവളെ ശരിക്കും സ്നേഹിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഹരീഷ് എന്നോട് ചോദിച്ചില്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. ഞാൻ സ്നേഹിച്ചിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്. എനിക്ക് അവളെ ആദ്യമായിട്ട് ഞാൻ അവളെ കാണുമ്പോൾ അവൾ എനിക്ക് വേണ്ടിയിട്ട് അവളുടെ വീട്ടുകാരുടെ അടുത്ത് വഴക്കടിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അന്ന് മുതൽ എൻ്റെ മനസ്സ് കയറിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പുറത്തുനിന്ന് നമ്മളെ സുഭാഷ് ചേട്ടനും നികേഷ് എല്ലാവരും കരഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. എല്ലാവരും കരഞ്ഞ് ആ വീട്ടിൽ ഇപ്പോൾ ഒരു കറുത്ത അവസ്ഥയിലാണ് ആ വീട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ നിധിയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മളെ ഭാസ്കരൻ്റെ അച്ഛനും ഓരോ വിഷമത്തിലിരിക്കുകയാണ്. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, അവളെ വീട്ടിലേക്ക് ഞാൻ ഡ്രൈവറായി പോയി ജോലി എനിക്ക് ദയവായിട്ട് തന്നൊരു അവസരമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ അവളുടെ കല്യാണാലോചന അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഞാനത് മുടക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അവളായിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത്, എനിക്കിതൊന്ന് രക്ഷപ്പെടണം, എന്നെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അനുവദിക്കുമോ, എന്നെ ഒന്ന് സഹായിക്കുമെന്ന് അവൾ ഇങ്ങോട്ട് ചോദിച്ചതാണ്. അങ്ങനെ അത് പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷൻ നടത്തിയ വിവാഹമായതുകൊണ്ട് അത് രജിസ്റ്റേർഡ് ആയി പോയതാണ്. തലേതും പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല പിറ്റേന്ന് ഞാൻ അവിടെ കല്യാണം കഴിക്കുമെന്ന്. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷ് അവരെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ച് കരയാണ്. ആ ഒരു സീന് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കുന്നൊരു സീനാണ്. അവർ 4 പേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുന്നൊരു സീന്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. നിധി പോകും, അവളെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. എനിക്ക് അവൾ ഡിവോഴ്സിൻ്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോഴും അത് ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ അവൾക്ക് ആധാർ ഇല്ലാത്തതുകൊണ്ട് അത് നീണ്ടു പോകുമെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത്. എനിക്ക് ജീവിതകാലം മൊത്തം അവൾ എൻ്റെ കൂടെ വേണം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നാലും ഇത് നീണ്ടുപോയി അവൾ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ആകെ ഇമോഷണലായിട്ട് കരയാട്ടോ. അവർ 4 പേരും കൂടി കെട്ടിപ്പിടിച്ചൊക്കെ കരയുന്നുണ്ട്. എന്തായാലും ആ അവസ്ഥ വളരെ മോശകരമാണ്. എന്തായാലും നമുക്ക് കണ്ടു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സീൻ തന്നെയായിരുന്നു കേട്ടോ അത്. സുഭാഷ് ചേട്ടൻ അവരോട് പറയുന്നുണ്ട്, നാളെ ഇനി ഇത് വെച്ചിട്ട് ആരും നിധിയോട് പെരുമാറരുത്, അവൾ തീരുമാനിക്കട്ടെ, അവൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്താൽ മതി. എത്ര കാലം ആ കുട്ടി വീട്ടിലുണ്ടാവുമെന്ന് നമുക്കറിയില്ല. എല്ലാ കാലം നമുക്ക് എന്തായാലും അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ആലോചിക്കുമ്പോൾ അവൾക്ക് ഈ വീടിനെക്കുറിച്ച് നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷിനോടും എല്ലാവരോടും ആയിട്ടാണ് പറയുന്നത്. ഇത് മനസ്സിൽ വെച്ച് ആരും അവളോട് പെരുമാറരുതെന്ന് പറയുന്നുണ്ട് സുധീഷ്.
ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മളെ നിധി എണീറ്റിട്ട് മുറ്റടിച്ച് തരാൻ നിൽക്കുമ്പോൾ ഭാസ്കരനച്ഛൻ വന്നിട്ട് ചൂല് വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും ഭാസ്കരനച്ഛനും മരുമകളോട് സ്നേഹമുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. തലേ ദിവസം അയാൾക്കും സത്യങ്ങളൊക്കെ കേട്ടിട്ട് ഷോക്കായതും അയാളും ഒരുപാട് കരഞ്ഞു കിടന്നുറങ്ങിയതൊക്കെയാണ്. അയാൾ ചൂല് വാങ്ങിച്ച് അടിച്ചു വാരിയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് ബീഡി വലിക്കുന്നുണ്ട്. എന്തായാലും അത് നിധിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ദൂരെ പോയി വലിക്കുന്നത്. എന്തായാലും നിധിയോട് സ്നേഹമുള്ളൊരു അച്ഛൻ തന്നെയാണ് അതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. റൂമിൽ വന്ന് നോക്കുമ്പോൾ അവരാരും എണീറ്റിട്ടില്ല. രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും പിറ്റേ ദിവസം എണീക്കാൻ ലേറ്റ് ആയത്. അങ്ങനെ സോങ് ഒക്കെ വെക്കും നമ്മളെ നിധി ഫോണിൽ. അപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടൻ ആദ്യം എണീക്കും, പിന്നാലെ ഓരോരുത്തരായിട്ട് എണീക്കും. കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എണീക്കാൻ ലേറ്റ് ആയതെന്ന് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ഹാങ് ഓവർ ആർക്കും വിട്ടിട്ടില്ല എന്ന് നമുക്ക് ആ ഫേസ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ വീട്ടിലെ എല്ലാവരുടെയും അവസ്ഥ ആലോചിച്ചിട്ട് നിധി ആ ഡിവോഴ്സ് എന്ന് പറഞ്ഞ തീരുമാനം മാറ്റി വെക്കുമോ, അത് കുറച്ചുകൂടെ സ്പീഡാക്കുമോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും എല്ലാവരും ആ വീട്ടിലിപ്പം സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിലാണ്. അത് തിരിച്ചു കിട്ടുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബായ്.